ഹായ് പ്രിയപ്പെട്ടവരെ, ഇവിടെ മഞ്ചേരിക്കടുത്ത് എന്താണ് സന്തോഷ് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്? മോനെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പടിഞ്ഞാറ്റുമുറി. പടിഞ്ഞാറ്റുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലൊരു പുഴ. ഈ പുഴയ്ക്ക് എന്താ ചാലിയാർ പുഴയാണത്? അറിയില്ല. അപ്പോൾ ഈ പുഴയിലൊന്ന് ഇങ്ങനെ കുറച്ച് നേരം ചൂണ്ടൊക്കെ ഒന്ന് പിടിച്ചു. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സന്തോഷ് പിന്നെ അതുപോലെ നമ്മളെ അസിയാക്ക, മറ്റേ സഹോദരൻ ഇവിടെ ഈ നാട്ടുകാരനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. അല്ല, നിങ്ങളുടെ സ്ഥലം? കോടൂരാണ്. കോടൂർ. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കരിമീൻ, എന്താണ് പിന്നെ ചുണ്ടൻ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയോട് കൂടിയിട്ട് നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി കാണിച്ചു തരാറുണ്ട്. ഇത് ആരോ കൂടോത്രം ചെയ്ത് ഏതോ ഒരു പാവപ്പെട്ടവനെ പറ്റിച്ച് വിട്ടതാണ്. പുതിയ കലാണ്. ഒരു 100-150 ഉറുപ്പ്യ ഈ കലത്തിന് വില ഉണ്ടാവും. സന്തോഷം അസിക്ക് അതിങ്ങനെ വെള്ളം ഇങ്ങോട്ട് എടുക്കി. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് കസ്റ്റഡിയിലെടുത്തതാണ്. ഈ കസ്റ്റഡിയിലെടുത്ത കൂടോത്രക്കുടം എന്താണെന്ന് നമുക്ക് നോക്കാൻ പോകണം. ഏതായാലും ഈ കാലഘട്ടത്തിലും ആളുകളെ പച്ചക്ക് ചൂഷണം ചെയ്യുന്ന മതപുരോഹിതന്മാർ എല്ലാ മതത്തിലുണ്ട് കേട്ടോ. അതിലാരും മോശക്കാരല്ല. ക്രൈസ്തവ മതത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിലും അവരെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരുണ്ട്. ഏതായിരുന്നാലും വളരെ ഭദ്രമായിട്ട് ആവാഹിച്ച് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇവന്മാരെ കുറച്ച് ആൾക്കാരെ നമ്മളെ വെരി ഗുഡ്. അപ്പോൾ അതാ വളരെതായിട്ടൊക്കെ പിന്നെ അട വെച്ചതുപോലെ കുഞ്ഞുങ്ങൾ വിരിയാൻ മാത്രമായിട്ടുണ്ട്. സന്തോഷം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും നമുക്ക് മീനിടാനൊരു പാത്രം മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിപ്പോൾ അതാ ഇതിവിടെ ഒഴിവാക്കിയിട്ട് ഈ പാത്രം നമ്മൾ എടുക്കാൻ പോവാണ്. എല്ലാ അന്ധവിശ്വാസക്കാരോടും തൽക്കാലത്തേക്ക് ക്ഷമ ചോദിക്കുകയാണ്. ഇത് പാവപ്പെട്ട ആളുകളെ പറഞ്ഞു പറ്റിക്കുക എന്നല്ലാണ്ട് ഇതിൽ നിന്നൊന്നും സംഭവിക്കുകയില്ല. മതപുരോഹിതന്മാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇതൊരു മുസ്ലിം പുരോഹിതൻ ചെയ്ത പണിയാണ്. നമ്മളൊക്കെ പോലെയുള്ള ആളുകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള അല്ല ഇത് അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സന്തോഷമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരു പേടിയുമില്ല. കുറച്ച് സമയമാണ് നമ്മളെ കൂടെ ഇങ്ങനെ പിന്നെ യാത്രയ്ക്കൊക്കെ ഒപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായാലും വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.